ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊലപാതക കാരണത്തിൽ വ്യക്തത വരുത്താൻ കഴിയാതെ പോലീസ്. ശ്രീതുവിനോടുള്ള സഹോദരൻ ഹരികുമാറിന്റെ പ്രത്യേക താൽപര്യം എതിർത്തതാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. എന്നാൽ കൊലപാതകത്തിൽ ശ്രീതുവിന് പങ്കുള്ളതായി പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. കൊന്നതാരെന്ന് തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ടെന്ന ചോദ്യത്തിനാണ് ഇനിയും വ്യക്തത വരാത്തത്. കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ സഹോദരിക്ക് തന്നോടുള്ള സ്നേഹം കുറഞ്ഞുവെന്ന് പ്രതിക്ക് തോന്നിയതാണ് കൊലപാതകത്തിന് കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ പോലും പ്രതിക്ക് അരോചകമായെന്നും കണ്ടെത്തലുണ്ട്. പെട്ടെന്നുണ്ടായ പ്രകോപനം മാത്രമാണോ കൊലയ്ക്ക് കാരണമെന്നാണ് അറിയേണ്ടത്. ശ്രീതുവിനോ ഇവരുമായി ബന്ധമുള്ള ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതടക്കം കണ്ടെത്തണം. കുട്ടിയുടെ മാതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇവർ പലരിൽ നിന്നും പണം വാങ്ങിയിരുന്നു. ദേവസ്വം ബോർഡിലെ സ്ഥിരം ജോലിക്കാരി എന്നാണ് ഇവർ നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. അങ്ങനെ പണം നൽകിയവരുടെയും മൊഴിയെടുക്കും. കൊല നടന്ന വീട്ടിൽ നിന്ന് ഹരികുമാർ കഴിച്ചിരുന്ന ഗുളികകൾ പോലീസിന് കിട്ടിയിരുന്നു. ഇതിൽ മാനസിക പ്രശ്നമുള്ളവർക്ക് നൽകുന്ന ഗുളികയുമുണ്ട്. ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായത്തോടെയാകും ചോദ്യം ചെയ്യുക. ഹരികുമാറിന്റെ ചികിത്സാ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അപ്പോൾ അതാണ് ആ വാർത്തയിലെ അപ്ഡേറ്റ്. വി ജയശങ്കർ നമ്മോടൊപ്പം ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമുക്ക് ചോദിക്കാം എന്താണ് അല്ലെ ഇനിയുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന്. മോട്ടീവ് എന്താണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു പ്രധാന ഘടകമാണ്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം അത്ര സുഖകരമായ വാർത്തകളല്ല നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ബാലരാമപുരത്തെ കേസിൽ അടുത്ത നടപടികൾ, പോലീസിൻ്റെ അടുത്ത നീക്കങ്ങൾ ഏത് രീതിയിലാകും? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ മോട്ടീവ് കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടക്കുക? അതുപോലെ മാതാവിൻ്റെ ഒരു പങ്ക് ഇതുവരെ തെളിഞ്ഞിട്ടില്ല, അത് കണ്ടെത്തിയിട്ടില്ല പങ്കുണ്ടോ എന്ന കാര്യത്തിൽ. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് അന്വേഷണങ്ങൾ ഇനി മുന്നോട്ട് പോവുക? വെരി ഗുഡ് മോർണിംഗ്. ബാലരാമപുരം സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഇരുട്ടിൽ തപ്പുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായ ആദ്യ ദിവസം മുതൽ അടിമുടി ദുരൂഹതയായിരുന്നു. ആ ദുരൂഹതകളെല്ലാം തന്നെ പോലീസ് ഒരു വശത്തു നിന്ന് അഴിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അത് കൂടുതൽ മുറുകുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും സഹോദരൻ ഹരികുമാറിനെ എന്തായാലും പോലീസ് തിങ്കളാഴ്ചയോടെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നാളെ കോടതിയിൽ സമർപ്പിക്കും. എന്തായാലും ഒരു 14 ദിവസം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ഈ മാനസികാരോഗ്യ വിദഗ്ധന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്ത് കൂടുതൽ സാധ്യതകളിലേക്ക് എത്തണമെന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ഇയാൾ ഇതിനോടകം തന്നെ കുറ്റം ഏറ്റെടുക്കുകയും ഈ കുഞ്ഞ് വലിയ അരോചകമായി തോന്നിയതോടുകൂടി താനെടുത്ത് കിണറ്റിലിട്ടുമെന്നൊക്കെയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിലെല്ലാം കൂടുതൽ വ്യക്തത വേണം. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കഥകളുണ്ടോ എന്നാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ അമ്മയുടെ സാമ്പത്തിക ഇടപാടുകൾ, ആ ഇടപാടുകൾ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിച്ചു എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള മന്ത്രവാദ പ്രയോഗങ്ങളുടെ ഭാഗമായി അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായാണോ ഇത്തരത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് അമ്മാവൻ ഹരികുമാർ എത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ സമഗ്രമായ അന്വേഷണമുണ്ട്. പക്ഷേ ഇതുവരെ നേരിട്ട് അമ്മയിലേക്ക് ഒരു കിട്ടുന്ന ഒരു തെളിവ് പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള സ്കൂളിലെ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് അമ്മ തട്ടിപ്പ് നടത്തിയെന്നുള്ള വിവരങ്ങൾ എന്തായാലും പോലീസിന് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അവരുടെ മൊഴിയുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം തന്നെ പോലീസ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു കൃത്യതയില്ല. കാരണം ഹരികുമാർ സ്വമേധയാ കേസ് കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇയാളെ റിമാൻഡിലാക്കി. അതിൻ്റെ അപ്പുറത്തേക്ക് ചില കഥകൾ ഈ വിഷയത്തിലുണ്ട്. ആ കഥകളിൽ കൂടുതൽ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ കാര്യത്തിൽ പോലീസിന് ഇതുവരെ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മയെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് രേഖപ്പെടുത്തിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാത്തത്. എന്തായാലും കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുന്നു. നാളെ ഹരികുമാറിന് വേണ്ടി പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. അപ്പോൾ പോലീസ് പല രീതികൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ കൊലപാതകത്തിന് കാരണം ഇങ്ങനെ കുഞ്ഞിനെ കിണറിലെറിഞ്ഞ് കൊലപ്പെടുത്തുക, അതിനൊക്കെ എന്താണ് അത്രമാത്രം ഒരു സീരിയസ് ആയൊരു റീസൺ വേണം അല്ലേ? അതിലേക്കാണ് പോലീസ് എത്താൻ ശ്രമിക്കുന്നത്. അത് ശ്രമകരമാണ്. പക്ഷേ പോലീസിനത് സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിലൊരു പിഞ്ചു കുഞ്ഞ് ജനിച്ച് വളരെ കുറച്ച് കാലേ ആയിട്ടുള്ളൂ. എന്നിട്ട് കുടുംബത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ദുർഗതി നേരിടേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടമാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും നിങ്ങളും വല്ലാതെ അസ്വസ്ഥരാകും. നമ്മളേറ്റവും ഒരു സുരക്ഷിതത്വം ഈ ലോകത്തിൽ ഏറ്റവും എവിടെയാണ് സുരക്ഷിതത്വം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്താണെന്ന് പറയും. പക്ഷെ ഇപ്പോൾ അതും അങ്ങനെ അല്ല എന്ന് കേൾക്കേണ്ടി വരുമ്പോഴാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അച്ഛനും അമ്മയും ചുട്ടുകൊല്ലുന്ന മകൻ. അത് ആലപ്പുഴയിൽ നിന്ന് മാന്നാറിൽ നിന്ന് വാർത്തയാണ്. അങ്ങനെ ഒരുപാട് നമ്മളെ
വല്ലാതെ അങ്ങ് അസ്വസ്ഥപ്പെടുന്ന വാർത്തകൾ സംഭവിക്കുന്നു. ഇതില് ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ CJ ജോൺ ഉണ്ട്, സൈക്യാട്രിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് കണ്ടു. അത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന് അവാർഡ് കിട്ടിയതിന്റെ ഇതാണ്, ഇപ്പൊ പുരസ്കാരം കിട്ടിയതിന്റെ അംഗീകാരം. അപ്പൊ അദ്ദേഹം എന്നിട്ട് അതിൽ പറഞ്ഞൊരു കാര്യം, ഈ മനഃശാസ്ത്ര വിദഗ്ധര് അവരുടെ അടുത്ത് പോകുന്ന ആളുകൾ ഒരിക്കലും അത് തുറന്നു പറയാറില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ആ ഒരു സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു കൗൺസിലിംഗ്, അതൊന്നും ഇപ്പോഴും നമ്മൾ തുറന്നു പറയാനോ അങ്ങനെ ഒരു ഡോക്ടറെ കാണാനോ തിരിച്ചറിയുന്നില്ല. അതേസമയത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കൊരു തലവേദന വന്നാൽ പോകുന്ന പോലെ തന്നെ അവർ മനസ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കൃത്യമായി പോകും. അത് വല്ലാത്ത ആ ഏരിയ കുറെ കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ നോക്കാം, അതൊക്കെ മാറി വരട്ടെ.